ഇതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എഗ് ഫ്രൈഡ് റൈസ് ആണെന്നൊന്നും ഞാൻ വാദിക്കില്ല കേട്ടോ. പക്ഷേ നല്ല സ്വാദുള്ള എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫ്രൈഡ് റൈസ് ആണ്. നിങ്ങൾക്കും ട്രൈ ചെയ്യാം ധൈര്യമായിട്ട്. സാധാരണയായിട്ട് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നമ്മൾ ചില്ലി ചിക്കനാണ് കഴിക്കാറ്. പക്ഷേ നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് ചിക്കൻ കബാബാണ്. അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി. ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല, ബസ്മതി റൈസ് നല്ലതായിരിക്കണമെന്ന് മാത്രം. നമ്മൾ 1 കപ്പ് റൈസാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. 1 കപ്പ് റൈസിൻ്റെ അളവിലുള്ള ഫ്രൈഡ് റൈസാണ് ഇന്ന് നമ്മൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷമായിട്ട് നമ്മൾ വേവിക്കാൻ വെക്കുന്നത് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കാം. 1 കപ്പ് റൈസിലേക്ക് 2 മുട്ട വീതം വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. 2 കപ്പ് റൈസ് ആണെങ്കിൽ 4 മുട്ട വീതം വെച്ച് എടുക്കാം. എന്തായാലും 2 മുട്ട പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ അടിച്ചിട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കുത്തിപ്പൊരിയായിട്ട് എടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ വഴറ്റുന്നതിൻ്റെ ഇടയിൽ മുട്ട സൈഡിലായിട്ടൊന്ന് കുത്തിപ്പൊരിച്ചെടുത്താലും മതി. ഞാൻ എന്തായാലും സെപ്പറേറ്റ് കുത്തിപ്പൊരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. വേറൊരു പാൻ ചൂടാക്കിയിട്ട് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ബട്ടർ കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ബട്ടർ ചേർക്കാറുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 10-15 ചെറിയ അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ചേർക്കാം. പിന്നെ നമ്മുടെ ഉള്ളിത്തണ്ടിൻ്റെ വൈറ്റ് പോർഷനായിട്ട് നമ്മൾ ചേർത്തിട്ടുള്ളത് അതെന്തായാലും ചേർക്കണേ. ഒരു 8ഓളം വരുന്ന ബീൻസ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത്, പിന്നെ കുറച്ച് ക്യാരറ്റ് പൊടിയിട്ട് എരിഞ്ഞിട്ട് ഇതെല്ലാം 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം കുറച്ച് ക്യാബേജ് എരിഞ്ഞത് വളരെ കുറച്ച് മതി കേട്ടോ. അതും കൂടി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് ഇളക്കണം. അതിന് ശേഷം നമുക്ക് ബാക്കി വന്നിട്ടുള്ള നമ്മുടെ ക്യാപ്സിക്കാണ് ചേർക്കേണ്ടത്. അതൊരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മൊത്തത്തിലൊരു 3 മിനിറ്റോളം നമ്മളൊന്ന് വഴറ്റിയെടുത്താൽ മതി. ചോറിലും മുട്ടയിലും ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വെജിറ്റബിൾസിൽ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ സോയാ സോസും കൂടി ചേർക്കുന്നതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർക്കണം. പച്ചമുളക് ചേർക്കുന്നവർക്ക് ഈ സമയത്ത് ചേർക്കട്ടെ. ഞാൻ കുരുമുളകിൻ്റെ പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. കുരുമുളകിൻ്റെ പൊടി നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിലേക്ക് ഞാൻ ചില്ലി ഗാർലിക് സോസ് ഒഴിക്കുന്നുണ്ട്. ആദ്യം 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കേട്ടോ. പിന്നീട് ഞാൻ വീണ്ടും ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ നോർമൽ ചില്ലി സോസ് ആയാലും കുഴപ്പമില്ല, അത് ഗ്രീൻ ആയാലും കുഴപ്പമില്ല, റെഡ് ആയാലും കുഴപ്പമില്ല. പക്ഷേ ചില്ലി ഗാർലിക് സോസ് ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും അതാണ് ചേർക്കാറ്. നമ്മൾ നേരത്തെ കുത്തിപ്പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മുട്ടയും കൂടി ചേർത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അരി ഇതുപോലെ നല്ലപോലെ ഉതിർന്ന് കിടക്കണം കേട്ടോ. നമ്മൾ വേവിച്ച അപ്പം തന്നെ കുറച്ച് നോർമൽ വാട്ടർ അതിൻ്റെ മേലെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അരി ഒട്ടിപ്പിടിക്കാതെ കൂടുതൽ വെന്ത് പോകാതെ നമുക്ക് കിട്ടും. ഇനി അഥവാ നമ്മൾ തലേദിവസം വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാട്ടോ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അരിയുടെ വെവ് അത് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു കാര്യമാട്ടാ. ഒരിക്കലും വെന്ത് കുഴഞ്ഞു പോകരുത്, അതുപോലെ തന്നെ തീരെ വെവാതിരിക്കുകയും ചെയ്യരുത്. അതിലാണ് ഫ്രൈഡ് റൈസിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും റൈസും കൂടി ഇട്ടിട്ട് നമുക്ക് സോയാ സോസ് ഒഴിക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു. വീണ്ടും ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോഴാട്ടെ ശരിക്കുള്ള ഫ്ലേവർ കിട്ടിയത്. 1 കപ്പ് റൈസിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി ഗാർലിക് സോസും ഒഴിച്ചു കേട്ടോ. ചില്ലി ഗാർലിക് സോസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആവാം. അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ നോക്കിയിട്ട് എത്ര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. കുറച്ച് ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർത്താൽ എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആവും. മുട്ടയും കൂടി ചേർത്ത് മുട്ടയുടെ ഫ്ലേവറും കൂടി ആവണ വരെ നല്ലപോലെ ഒന്ന് ഇളക്കി. എന്ന് വെച്ച് കൂടുതൽ ഇളക്കി മറിക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കിയാൽ മതി. ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ. സംഭവം നല്ല രുചി ഉണ്ടായിരുന്നു. നിങ്ങൾ ഇതുപോലെ വളരെ കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് കിട്ടും. അത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണെന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം ഓരോ ഫ്രൈഡ് റൈസും ഓരോ തരത്തിലുള്ളതാണ്, ഓരോ റെസ്റ്റോറൻറ്റ്സിലും ഓരോ രീതിക്കുള്ളതാണ്. എന്നാലും നമ്മുടേതായ രീതിയിൽ ഉണ്ടാക്കി നോക്കി. ഇതിൻ്റെ കൂടെ ഞാൻ കഴിച്ചത് ചിക്കൻ കബാബാണ്. ഇതിൻ്റെ റെസിപ്പി വരുന്നുണ്ട്. അടിപൊളി കോമ്പിനേഷൻ.